സഹോദരന്മാരെ, സഹോദരിമാരെ, ശബ്ദത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാനും പഠിക്കാനുമുള്ളൊരു വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ഏറ്റവും നല്ല അർത്ഥവത്തായ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ സെക്ഷനിലൂടെ ബഹുമാന്യനായ അഷ്കർ മൗലവിയുടെ സംസാരത്തിലൂടെ ലഭിക്കുകയുണ്ടായി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കേരളത്തിന്റെ അകത്തും പുറത്തുമൊക്കെ അഹ്ലുസുന്ന ആദർശ പ്രയാണമെന്ന പേരിൽ നിർഭയത്വം തൗഹീദിലൂടെ എന്ന തലക്കെട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലായി മണ്ഡലം സമ്മേളനങ്ങളും പൊതുപ്രഭാഷണങ്ങളും കുടുംബ സംഗമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മണ്ഡലം തലത്തിലുള്ള സമ്മേളനങ്ങളിലൂടെ സമാധാനത്തിനും സ്വസ്ഥതക്കും വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യന്മാർക്ക് നിർഭയത്വത്തിലേക്ക് വഴി കാണിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെയും ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും വെളിച്ചത്തിൽ സച്ചരിതരായ സ്വഹാബത്ത് കാണിച്ചു തന്ന ആ മാർഗം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയാണ് ഇതിന്റെ പ്രബോധകന്മാർ. പരിശുദ്ധ ഖുർആനും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിടത്ത് നമ്മൾ ഉറച്ചു നിന്നാൽ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിന്റെ മാർഗങ്ങൾ പഠിപ്പിച്ചിടത്ത്, സമാധാനത്തിന്റെ വഴികൾ പറഞ്ഞിടത്ത് ഏറ്റവും നല്ല മാർഗമാണ് ഇസ്ലാമിന്റെ നിയമവിധികളെ അംഗീകരിച്ചും അനുസരിച്ചുകൊണ്ടും ജീവിക്കുക എന്നുള്ളത്. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും അസ്വസ്ഥമാകുന്ന അന്തരീക്ഷം വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കച്ചവട മേഖലകളിലും സാമൂഹികമായി നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്, ഒരു സമാധാനക്കേട് രൂപപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങളിൽ ലക്ഷ്യത്തിൽ എവിടേക്കോ ചില തകരാറുകൾ സംഭവിക്കുന്നു എന്നതാണ് സത്യം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറഞ്ഞ വാക്കിതാണ്. മനുഷ്യന്റെ തനതായ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ക്ഷണികമായ ജീവിതത്തെ മനുഷ്യൻ ഇഷ്ടപ്പെടുകയാണ്. 60-70 കൊല്ലക്കാലം ഇവിടെ ജീവിച്ച് തീർക്കാനുള്ള ഈ ജീവിതകാലത്തെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ മനുഷ്യന്റെ പിന്നിൽ വരാനിരിക്കുന്ന ഭാരമേറിയ ഒരു ദിവസത്തെ മനുഷ്യൻ മറന്നു കളഞ്ഞു എന്നതാണ് സത്യം. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നിടത്ത്, പരലോകത്തിന് വേണ്ടി ഓടുന്നിടത്ത്, വിചാരണ നാളിനെ കുറിച്ച് ചിന്തിക്കുന്നിടത്തു നിന്നൊക്കെ മനുഷ്യൻ അകലുകയാണ്. അതിന് ആധുനിക സംവിധാനങ്ങൾ പലപ്പോഴും മനുഷ്യനെ അകറ്റുന്നു എന്നതും ഒരു സത്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വാചകം അതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. ഖിയാമത്ത് നാളിനെ, വിചാരണയുടെ നാളിനെ മനുഷ്യൻ വളരെ വിദൂരത്തായി കാണുന്നു, നാം അതിനെ വളരെ അടുത്തായി കാണുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്ക് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും
ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു, സന്നിധിയിലുണ്ട്. എന്നാൽ വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾ അവരുടെ വിചാരണയുടെ നാളിനെ കുറിച്ച് ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ ആ ജീവിതത്തെ മറന്ന് ദുനിയാവിന്റെ ആഴങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ടെൻഷന് കൂടാണ്, പ്രശ്നങ്ങൾ കൂടാണ്, പ്രതിസന്ധികൾ കൂടാണ്. അവിടെ നിർഭയത്വത്തിന്റെ മാർഗം അന്വേഷിച്ചുകൊണ്ട്, സമാധാനത്തിന്റെ വഴി അന്വേഷിച്ചുകൊണ്ട് മനുഷ്യൻ ഓടുന്നത് ഏതെങ്കിലും പിന്നെ ലഹരിയുടെ പിന്നാലെയാണ്, ലഹരി വിൽപ്പന നടത്തുന്ന ലഹരിയുടെ കേന്ദ്രങ്ങളിലേക്കാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടി ഉയർത്തിയ ജാറങ്ങളിലേക്ക്, ഒരു ജാറത്തിൽ നിന്ന് അടുത്ത ജാറത്തിലേക്ക്, അവിടെ സമാധാനമുണ്ട് എന്ന് മനുഷ്യൻ കൊതിക്കുകയാണ്. അല്ല പറഞ്ഞിടത്തു നിന്നില്ല, അള്ളാന്റെ റസൂൽ പറഞ്ഞിടത്തു നിന്നില്ല. മനുഷ്യന്മാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആലോചിച്ചുണ്ടാക്കിയ ഒരു ദീനിനെ കെട്ടിപ്പടുത്ത് ആ ഒരു ആശയം സ്വീകരിച്ചങ്ങനെ പോകുന്നിടത്തേക്ക് മനുഷ്യന്മാർ പോവുകയുണ്ടായത്. പരിശുദ്ധ ഖുർആനിലൂടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്താ? നോക്കൂ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് നിർഭയത്വമുള്ളത്? നിങ്ങൾക്ക് സമാധാനം എവിടെയാണുള്ളത്? പരിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം അതിന്റെ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുകയും അതേപോലെ തന്നെ വലം യൽബിസു ഈമാനഹും ബിദുൽമ്, തന്റെ വിശ്വാസത്തിൽ ദുൽമ് കലർത്താതിരിക്കുകയും അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാണ്. അവരെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഉലൈക ലഹുമുൽ അംൻ, അങ്ങനെയുള്ള ആളുകൾക്കാണ് നിർഭയത്വമുള്ളത്, അങ്ങനെയുള്ളവർക്കാണ് സമാധാനമുള്ളത്, നിർഭയത്വമുള്ളത്. ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ള, നേർമാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകളെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ എവിടെയാണ് നിർഭയത്വമുള്ളത്? ഒന്ന്, വിശ്വാസരംഗം ശരിപ്പെടുന്നതിലൂടെയാണ് നിർഭയത്വം. അള്ളാഹുവിൽ ഉൾക്കൊള്ളേണ്ട, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം ദീനിനെ ഉൾക്കൊള്ള, അതിൽ ദുൽമ കലർത്താതിരിക്കുക. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ വിഷയത്തിൽ ദുൽമ കലർത്താതിരിക്കുമ്പോൾ മനുഷ്യന് സ്വസ്ഥത ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ഉലൈക ലഹുമുൽ അംൻ, അംൻ എന്ന വാക്ക്, നിർഭയത്വം എന്ന പദം, അതാണ് അംൻ എന്ന് പറഞ്ഞാൽ. ഈമാൻ എന്ന വാക്ക് അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അംൻ എന്ന വാചകത്തെ ഖുർആൻ എടുത്തു പറഞ്ഞു. ആ നിർഭയത്വം അവർക്ക് ലഭിക്കുന്നത് തൗഹീദിനെ വളച്ചുകെട്ടില്ലാതെ ഏകദൈവ വിശ്വാസത്തെ വ്യക്തമായ നിലക്ക് സ്വീകരിക്കുമ്പോഴാണ്. അന്നം നൽകിയ, വെള്ളം നൽകിയ, വായു നൽകിയ, ഈ കണ്ട പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്ന ലോകത്തിന്റെ രക്ഷിതാവിനെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ജീവിതത്തെ ക്രമീകരിക്കുന്നതിലൂടെ മനുഷ്യന്മാർക്ക് നിർഭയത്വമുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. പക്ഷേ മനുഷ്യൻ നിർഭയത്വം അന്വേഷിച്ച് മുസൽമാൻ പോയത് എങ്ങോട്ടാ? കെട്ടി ഉയർത്തിയ ജാറത്തിന്റെ മുന്നിലേക്ക്. അവിടെ സമാധാനം എന്ന് കരുതി, തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുമെന്ന് കരുതി അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാരിലേക്കും അമ്പിയാക്കന്മാരിലേക്കും ശുഹദാക്കളിലേക്കും സ്വാലിഹീങ്ങളിലേക്കും കൈകളുയർത്തി പ്രാർത്ഥിക്കാനും അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച നേരാനും അല്ലാഹു അല്ലാത്തവരുടെ കർമ്മം സമർപ്പിക്കാനും മുസ്ലിം ഉമ്മത്ത് മുന്നിലേക്ക് ഇറങ്ങി. തന്റെ കടയിൽ നിന്ന് വാങ്ങുന്ന 2 രൂപയുടെ നൂല്, ആ നൂലിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് ഊത്തൂതി അത് ശരീരത്തിൽ എവിടെയെങ്കിലും ബന്ധിച്ചാൽ തന്റെ ജീവിതത്തിൽ ആശ്വാസമുണ്ടാകും, സമാധാനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത നമ്മുടെ നാടുകളിൽ വളർന്നു വന്നു. ഉസ്താദ് ഊതി തന്ന വെള്ളത്തിൽ ആ വെള്ളം ഒരു ബോട്ടിലാക്കി അത് നന്നായി മൂടിയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കയറിന്റെ കഷ്ണമെടുത്ത് വീട്ടിന്റെ ആ ഉത്തരത്തിന്റെ മുകളിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി
കെട്ടിത്തൂക്കിയിട്ടാൽ വീടിന് ബറക്കത്താണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത രൂപപ്പെട്ടു വന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് മനുഷ്യന്മാർ വിശ്വാസത്തിൽ തകരാറ് പറ്റിയത്. എവിടെയാണ്? എന്ത് കണ്ടാലും പേടിക്കുന്ന, എന്ത് കണ്ടാലും ഭയപ്പെടുന്ന ഒരു പൂച്ച മുന്നിലൂടെ അത് ഒരു ദുശ്ശകനമായി കാണുന്ന ഒരു ജനത. അവിടൊന്നും നിർഭയത്തില്ല, അവിടൊന്നുമല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ അടുത്താണ് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉള്ളത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി. അതുതന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിച്ചത് അല്ലദീന ആമനു. അതേ വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് മനസ്സുകൾ ശാന്തമാക്കി തീർക്കുകയും ചെയ്തവർ, ശാന്തമാവുകയും ചെയ്തവരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന വാചകം എന്താണ്? അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്, നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകുന്നത്, മനസ്സുകൾ ശാന്തമായി തീരുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ മനസ്സുകളിൽ നിലനിർത്തുന്നതിലൂടെ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ കൽബിൽ നിലനിർത്തുന്നതിലൂടെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, സൃഷ്ടാവായ റബ്ബിനെ അറിയുകയും അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആനിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ 14-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിക്കുന്നത് കാണാം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. വിശ്വാസികളായ ആളുകൾക്ക്, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, യഥാർത്ഥ രൂപത്തിൽ ഈമാനിനെ സ്വീകരിച്ച ആളുകൾ, അങ്ങനെയുള്ളവർക്ക് അല്ലാഹു ഇഹലോകത്തും പരലോകത്തും ആ സത്യവിശ്വാസികളെ സുസ്ഥിരമാക്കൊണ്ട് നാം ഉറപ്പിച്ചു നിർത്തുന്നതാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നടക്കുമ്പോ, ഖബറിൽ വെച്ച് വിചാരണ നടക്കുമ്പോ, അതേ മരണത്തിന്റെ നേരത്ത് ഷഹാദത്ത് കലിമ ഉരുവിടാനുള്ള, അതേപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ഒരു സ്ഥിരത പടച്ചവൻ നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യനെ ഉണർത്തുന്നത് കാണാം. എന്നാൽ വയുദില്ലുല്ലാഹു ളാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ വയുദില്ലുല്ലാഹു ളാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. എന്നാൽ അക്രമികളായ ആളുകൾ ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്. ശിർക്ക് എന്ന അക്രമമാകട്ടെ, മറ്റു ദുൽമുകളാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അക്രമികളായ ദുർമാർഗികളായ ആളുകളെ അല്ലാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല, അവർ ദുർമാർഗത്തിലായിരിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വയഫ്അലുല്ലാഹു മാ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ദുൽമകളില്ലാതിരിക്കുക, പ്രതിസന്ധികളില്ലാതിരിക്കുക, അല്ലാഹ്ക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവരാവുക. അവിടെ തൗഹീദിൽ ശിർക്ക് കലരാത്ത വിശ്വാസം ഒന്നാമതായി കെട്ടിപ്പടുക്കുന്നവരാവുക. അവിടെയാണ് ജീവിതത്തിൽ സഹോദരങ്ങളെ നിർഭയത്വവും സമാധാനവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റബ്ബ് നമ്മളോട് ആവശ്യപ്പെട്ടു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മനുഷ്യന്റെ കരങ്ങൾ ഉയരേണ്ടത് അല്ലാഹുവിലേക്കാണെന്നും ആ റബ്ബിലേക്ക് അവന്റെ കൈകൾ ഉയർത്തിയവൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ്. പക്ഷേ ഇന്ന് പ്രാർത്ഥനകൾ വഴിമാറി. ഒരു ഭാഗത്ത് പ്രാർത്ഥന ഇല്ലാതെയായി, മറ്റൊരു ഭാഗത്ത് പ്രാർത്ഥനകൾ വഴിമാറിപ്പോയി. പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ ഒരു വിശ്വാസിയെ കൊണ്ട് സാധിക്കുമെന്നാണ് സൃഷ്ടാവായ റബ്ബ്. എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാ നിലക്കും സംരക്ഷണം നൽകുന്നവനും അല്ലാഹു ആണെങ്കിൽ, രോഗത്തിന് ശമനം നൽകുന്നവൻ അല്ലാഹു ആണെങ്കിൽ, ആ റഹ്മാനായ റബ്ബിനോട് ശമനത്തിന് വേണ്ടി തേടാനും അല്ലാഹുവിലേക്ക് കൽബിനെ അടുപ്പിക്കാനും സാധിക്കുന്നതിലൂടെയാണ് സഹോദരങ്ങളെ സ്വസ്ഥമായ ഒരു ജീവിതം ഇഹലോകത്തും പരലോകത്തും നമുക്ക് കെട്ടിപ്പടുക്കാനാവുക. അത് തൗഹീദിന്റെ മേഖലയിൽ മാത്രമല്ല, എല്ലാ രംഗത്തും അത് ബാധകമാണ്. എല്ലാ രംഗത്തും സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സലഫികളായ ആളുകൾ, മുജാഹിദുകളായ ആളുകൾ എന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിയുകയും മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാവണം. സദാസമയം നമ്മൾ ആലോചിക്കണം. അള്ളാഹനെ പല സമയത്തും പല സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരങ്ങൾ നമ്മുടെ കൽബിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ? ഒരു ചെറിയ പരീക്ഷണം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ എവിടെയാണ് സ്വസ്ഥത ഉള്ളത്? എവിടെയാണ് സമാധാനമുള്ളത്? പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹു വ്യത്യസ്തമായ രൂപത്തിൽ മനുഷ്യന് പരീക്ഷണങ്ങൾ നൽകും. വബശ്ശിരില്ലദീന, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പല കോലത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. പേടിപ്പിച്ചിട്ട് പടച്ചോൻ പരീക്ഷിക്കും, ഭയം നൽകി പരീക്ഷിക്കും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്ത് നശിപ്പിച്ചുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. നമ്മുടെ കൃഷികൾ ഇല്ലായ്മ ചെയ്ത് പടച്ചോൻ പരീക്ഷിക്കും. മാറാ രോഗങ്ങൾ നൽകി പരീക്ഷിക്കും. ഇഷ്ടപ്പെട്ടവരുടെ മരണം നൽകിക്കൊണ്ട് പടച്ച റബ്ബ് പരീക്ഷിക്കും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ കടന്നു വരുമ്പോ ഒരു വിശ്വാസി അവന് ഒരു സ്വസ്ഥത ലഭിക്കുന്നതും സമാധാനം ലഭിക്കുന്നതും എവിടെയാണ്? വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നതിലൂടെയാണ്, സ്വബർ നിലനിർത്തുന്നതിലൂടെയാണ് അവന് സമാധാനം കണ്ടെത്താനാവുക. ആ സ്വബറിലൂടെയാണ് സഹോദരങ്ങളെ ഇഹലോകം പരലോകം നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ പല കോലത്തിൽ വരും. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കാണാം, ഇന്നമാ തുത്തഖ വതുസ്തദ്ഫഉ ബിദ്ദുആഇ വത്തൗബത്തു വൽ ഇഖ്ലാഇ അനിദ്ദുനൂബ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുസീബത്ത് ബാധിച്ചാൽ നിങ്ങൾ അതിനെ നേരിടേണ്ടത് വാളുകൊണ്ടോ പരിച കൊണ്ടോ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ നേരിടേണ്ടത് വാളുകൊണ്ടും ആയുധങ്ങൾ കൊണ്ടുമല്ല, മറിച്ച് ഇന്നമാ തുത്തഖ വതുസ്തദ്ഫഉ ബിദ്ദുആഇ വത്തൗബത്തു വൽ ഇഖ്ലാഇ അനിദ്ദുനൂബ്. പരീക്ഷണത്തെ നിങ്ങൾ നേരിടേണ്ടത് തഖ്വ കൊണ്ടാണ്. പരീക്ഷണത്തെ നിങ്ങൾ നേരിടേണ്ടത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. പരീക്ഷണങ്ങളെ നിങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ തൗബ കൊണ്ടാണ്. അതുപോലെ തന്നെ കൽബിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥനകളിലൂടെയാണ്. ഏത് സന്ദർഭങ്ങളിലും പ്രാർത്ഥന ഒരായുധമായി സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി നമ്മുടെ കൽബിനോട് ചോദിക്കണം സഹോദരങ്ങളെ. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും പ്രാർത്ഥന പരിഹാരത്തിന്റെ മാർഗമാണ്, ദുആ പരിഹാരത്തിന്റെ മാർഗമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ.
വഇദാ സഅലക ഇബാദി, നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ കൂടെയുണ്ട്, അവരുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കൂ നബി അവരോട്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, അതുകൊണ്ട് ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഏത് ഘട്ടത്തിലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ ഇസ്ലാം മുന്നോട്ട് വെച്ച പ്രധാന ആയുധം ഒന്ന് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ജീവിതത്തിൽ നിരന്തരം സ്വീകരിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇന്നലെ രാത്രി എന്റെ കാലിൽ ഒരു ഇഴജന്തുക്കളിൽപ്പെട്ട ഒരു ജന്തു എന്നെ കടിച്ചു നബി. ഇഴജന്തുക്കളിൽ ഒരു ജന്തു എന്നെ കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കടിച്ചത് എന്താണ്? സ്വഹാബി പറഞ്ഞു, അഖറബ്, ഒരു തേളാണ് റസൂലേ, ആ തേളി എന്നെ കുത്തി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. നിനക്കിന്നലെ വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. നോക്കൂ നിങ്ങൾ, അവിടെ ഒരു സമാധാനമുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇങ്ങനെ നിനക്ക് ദുആ ചെയ്തുകൂടായിരുന്നോ? നമുക്കൊക്കെ പരിചയമുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ള പരിഹാരം പറഞ്ഞു കൊടുത്തത് അതാണ്. ഈ മോണിറ്ററിന് സൗണ്ട് ഏറ്റാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം പഠിപ്പിച്ചത് അതാണ്. പ്രാർത്ഥനയാണ് പരിഹാരം. പ്രാർത്ഥനയിലൂടെയാണ് സഹോദരങ്ങളെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ടാണ് എല്ലാ ചരിത്ര സംഭവങ്ങളും എടുത്താൽ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടല്ലോ. മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അകപ്പെട്ടപ്പോൾ യൂനുസ് നബിയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് തേടിയത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല റബ്ബേ. അതുകൊണ്ട് സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതുകൊണ്ട് എന്റെ അടുത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പടച്ച റബ്ബേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ വല്ല മുസീബത്തുകളും നിങ്ങളെ ബാധിച്ചാൽ, നിങ്ങൾക്ക് വല്ല പരീക്ഷണങ്ങളും കടന്നു വന്നാൽ, നിങ്ങളുടെ പ്രാർത്ഥനകളെ നിങ്ങൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ നിങ്ങൾ ആയുധമായി സ്വീകരിച്ചു കൊള്ളണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് പരിഹാരത്തിന്റെ മാർഗം നോക്കിങ്ങൾ. സമാധാനവും സ്വസ്ഥതയും നിർഭയത്വമൊക്കെ ലഭിക്കാൻ ഈ ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മർമ്മപ്രധാനമായ വിഷയം, ഗുഹയിൽ അകപ്പെട്ട ആളുകൾ കല്ലകന്ന് പോകാനുള്ള കാരണം ഖുർആൻ പഠിപ്പിച്ചതെന്താ? മൂന്നാളുകളുടെ പ്രാർത്ഥനയല്ലേ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാർത്ഥന കൊണ്ടുണ്ടായ അത്ഭുതങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് സഹോദരങ്ങളെ ഒരു സ്വഹാബാ വനിത കടന്നു വരുന്നുണ്ട്. സ്വഹാബാ വനിത വന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, റസൂലേ, അബൂ സലമ മരണപ്പെട്ടിട്ടുണ്ടല്ലോ നബിയേ. അബൂ സലമയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ കാണാം, ഹദീസിന്റെ താളുകളിൽ കാണാം. എന്താ പ്രാർത്ഥന? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അജ്റുനി, അല്ലാഹുവേ ഇതാ നീ എനിക്ക് നൽകിയ മുസീബത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു റബ്ബേ.
വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, എനിക്ക് നഷ്ടപ്പെട്ട, എനിക്ക് സംഭവിച്ച ഈ നഷ്ടത്തിന് പകരം ഖൈറായത് നീ എനിക്ക് തിരിച്ചു തരണേ അല്ലാഹ്. ചരിത്രത്തിൽ കാണാം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചിന്തിച്ചു പോയി എന്നാണ്. അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ ഇനി കിട്ടുമോ? ഖൈറായത് തരണമെന്നാണല്ലോ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ആ ഖൈറായത് എന്ന് പറഞ്ഞാൽ ഇനി ആരാണ് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവ്, ആരാണ് എന്ന് മനസ്സിൽ തോന്നിയ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഇദ്ദാകാലം തീരുന്ന സമയമതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമയെ വിവാഹം അന്വേഷിച്ച് വരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഭർത്താവിനെ ലോകത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മയായി മാറിയത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥനയുടെ മഹിമയാണെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നറിയോ? എല്ലാ മേഖലയിലും പ്രാർത്ഥന ഒരായുധമാണ്, ദുആ ഒരായുധമാണ്. മക്കളില്ലാത്ത വിഷമം പ്രകടിപ്പിച്ചു പ്രവാചകന്മാർ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മക്കളില്ലാത്തതിന്റെ വിഷമം. പരിശുദ്ധ ഖുർആൻ അതാ, നിങ്ങൾ മറിയം ബീവിക്ക് കറാമത്ത് കിട്ടിയപ്പോൾ കറാമത്ത് കണ്ട ഉടനെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം 100 വയസ്സ് തികഞ്ഞിട്ടും സക്കരിയ നബിക്ക് മക്കളില്ലാത്തതിന്റെ വിഷമമുണ്ട്. നല്ല കാലത്ത് ഭാര്യ പ്രസവിച്ചിട്ടില്ല, ഭാര്യ മച്ചിയാണ്. പക്ഷേ സക്കരിയ നബി കൈകൾ ഉയർത്തി തേടുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തു മറിയമിന്റെ 1-ാമത്തെ ആയത്ത് മുതലെടുത്ത് പരിശോധിച്ചാൽ കാഫ്ഹായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല അർറസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അല്ലാഹുവേ മറിയമിന് കറാമത്ത് നൽകിയ റബ്ബേ, മറിയം ബീവിക്ക് ഭക്ഷണം നൽകിയ റബ്ബേ, ഇതാ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എന്റെ മുടിയൊക്കെ നിരയാൽ വെട്ടിത്തിളങ്ങുന്ന മുടിയായിട്ടുണ്ട്, വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ചാൻസുകൾ ഇനി ഇല്ല എന്നെനിക്കറിയാം റബ്ബേ. എന്നാലും നിന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷ ഞാൻ കൈവിടുന്നില്ല, നിന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് നാഥാ. അതുകൊണ്ടിതാ ഞാൻ നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയ. അല്ലാഹുവേ നീ എനിക്കൊരു വാരിസിനെ നൽകണേ അല്ലാ, എനിക്കൊരു സന്താനത്തെ നൽകണേ അല്ലാ. പ്രതിയുള്ള പ്രാർത്ഥന വെറുതെ ആളുകൾ കാണാനുള്ള പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയുടെ കൂടെ പ്രതീക്ഷ വേണം. പ്രതീക്ഷയും പ്രാർത്ഥനയും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. ഒരു ചിറകൊടിഞ്ഞു പോയാൽ പറക്കാൻ അതിന് സാധ്യമല്ലല്ലോ സഹോദരങ്ങളെ. എന്നതുപോലെ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പ്രതീക്ഷ കൈവിടാതെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ടാകുന്നു. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖുർആനിൽ ആയത്തിറങ്ങുന്നത് കാണാം. യഹ്യ എന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അല്ലാഹു തന്നെ പേരും നൽകുകയാണ്. യഹ്യ എന്ന കുഞ്ഞിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലൂടെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഇത് മാതൃകയാണ്, ഇത് മാതൃകയാണ്. അതുകൊണ്ട് റബ്ബിങ്കലാണ് പരിഹാരമുള്ളത്, അള്ളാന്റെ അടുക്കലാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുള്ളത്. കൈകൾ ഉയരേണ്ടത് റബ്ബിങ്കലേക്കാണ്, ജാറങ്ങളിലേക്കല്ല, കെട്ടി ഉയർത്തിയ മഖബറകളിലേക്കല്ല, ഏതെങ്കിലും തങ്ങന്മാരുടെ ബീവിമാരുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ അടുക്കലേക്കല്ല കരങ്ങൾ ഉയരേണ്ടത്. ആ ഉയർത്തൽ കൊണ്ട് ഒരു നേട്ടവും അവർക്ക് ലഭ്യമല്ല. റബ്ബല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിക്കുന്നത് കാണാം. ലഹൂൽ ഹഖ്, സത്യമായ പ്രാർത്ഥന, യഥാർത്ഥമായ അത് റബ്ബിന് മാത്രമുള്ള പ്രാർത്ഥനയാണ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി
റബ്ബല്ലാത്ത പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയെ ഖുർആൻ ഉപമിച്ചത് എങ്ങനെയാണെന്നറിയുമോ? ഇല്ലാക ബാസിത് കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെയാണ്. വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടി പിടിച്ചിട്ട് വെള്ളം ചോദിച്ചാൽ വായിലേക്ക് വെള്ളമെത്തുമോ പ്രിയമുള്ളവരെ? ഇല്ലല്ലോ. എന്നാൽ അതുപോലെയാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്രിക്കിക്കും. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ആരോട് പ്രാർത്ഥിച്ചാൽ? അല്ലാഹു അല്ലാത്ത മഹത്തുക്കളോട്, വ്യക്തികളോട്, വസ്തുക്കളോട്, ശക്തികളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആഇനെ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് നിങ്ങൾ വാദിച്ചാൽ തന്നെയും, കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും, ഉത്തരം നൽകാൻ അവരെ കൊണ്ട് സാധ്യമല്ല. എത്ര മനോഹരായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറിക്കിട്ടാനും, സ്വസ്ഥത ലഭിക്കാനും, സമാധാനം നേടാനും, നിർഭയത്വം നേടാനും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉറപ്പിക്കുന്നതിന്റെ കൂടെ പ്രാർത്ഥന പരിഹാരമാകുന്നു എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ആ പ്രാർത്ഥന റബ്ബല്ലാത്ത ഒരാളിലേക്കും ഉയർന്നുകൂടാ എന്ന് ചേർത്ത് മനസ്സിലാക്കണം. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും നമ്മുടെ ഈമാനിനെ നമ്മൾ ഉറപ്പിക്കുക, വിശ്വാസത്തെ നമ്മൾ രൂഢമൂലമാക്കുക. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈമാൻ ഒരു കാരണവശാലും ദുർബലമായി കൂടാ. ഖുർആൻ പറഞ്ഞല്ലോ, അവരുടെ ഈമാനിൽ ദുർബലത സംഭവിച്ചു കഴിഞ്ഞാൽ അമ്ന് നഷ്ടപ്പെടും, അമ്ന് നിർഭയത്വം അവർക്ക് നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനാണല്ലോ പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസത്തിൽ തകരാറ് പറ്റിക്കൂടാ. സഹോദരങ്ങളെ, അതിന്റെ കൂടെ ചേർക്കണം, തവക്കുലുള്ളവരായി നമ്മൾ മാറണം. പ്രാർത്ഥിച്ചാൽ പോരാ, വിശ്വാസം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, തവക്കുൽ ജീവിതത്തിൽ ഉണ്ടാവണം. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ട്, വനിഅമൽ വകീൽ, അല്ല മതി എനിക്ക്, ഭരമേൽപ്പിക്കാൻ അവൻ എത്രയോ നല്ലവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ല പഠിപ്പിച്ച ഈ ആയത്തിനെ വിവരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി, ഖാല ലഹാ ഇബ്രാഹീമു അലൈഹി സ്വലാത്തു വസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നേരത്ത് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണിത്. അതേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി തൗഹീദിന് വേണ്ടി പടപൊരുതിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് ജനങ്ങളോട് പഠിപ്പിക്കാൻ വേണ്ടി അടരാടിയതിന്റെ പേരിൽ നാട്ടുകാർ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി പിടിച്ചു കെട്ടുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഇബ്രാഹിം, അള്ളാഹ്നോടൊന്ന് പറഞ്ഞാൽ മതി, എന്റെ ചിറക് മതി ഈ കാണുന്ന തീക്കുണ്ടാരത്തെ കെടുത്തിക്കളയാൻ, എന്റെ ചിറകുകൾ മതി എന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, അതേ, അള്ളാന്റെ അനുവാദം ലഭിച്ചാൽ മതി, അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കെ പ്രഖ്യാപിച്ചതാണ്, ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ അവൻ എത്രയോ ഉന്നതനാണ്.
ഇത് പ്രഖ്യാപിക്കാൻ കഴിയണം. നമ്മുടെ കുട്ടിക്ക് ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്നറിയുമ്പോ ഹോസ്പിറ്റലിന്റെ വരാന്തയിലേക്ക് ഐസിയുവിൽ കിടക്കുന്ന മോനെ കാണാൻ വേണ്ടി വെപ്രാളം പിടിച്ച് വാഹനമോടിച്ച് ഐസിയുവിന്റെ മുന്നിലെത്തുമ്പോ ഐസിയുവിന്റെ ദ്വാരത്തിലൂടെ ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോ, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തന്റെ മകനെ കാണുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താ? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ? പ്രാഗി പറയണ്ട. പരീക്ഷണത്തിന് എതിരായി അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ ഉയരരുത്, സ്വബർ നഷ്ടപ്പെടരുത്. നമ്മൾ നിസ്കാരത്തിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ നമ്മളെല്ലാവരും ഒരു യന്ത്രമല്ലാതെ, ഒരു യന്ത്രം പണിയെടുക്കുന്നത് പോലെ അതങ്ങനെ പറയുന്നു എന്നതല്ലാതെ കൽബിൽ നിന്ന് വരാറുണ്ടോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തന്നത് തടയാനോ നീ തടഞ്ഞത് തരാനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ എന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ പ്രകടമാകണം സഹോദരങ്ങളെ. ഐസിയുവിന്റെ മുന്നിൽ നിന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. റബ്ബേ, നീ തന്നത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് തരാനും ആരുമില്ല. അതുകൊണ്ട് റബ്ബേ, നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എല്ലാത്തിനും അല്ലാഹു മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. എല്ലാ കാര്യത്തിനും അല്ലാഹു ഉണ്ട് കൂടെ. എന്റെ റബ്ബ് മതി എനിക്ക് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. കർബലയുടെ മണ്ണിൽ കണ്ട ചരിത്രം അതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് വധിക്കപ്പെട്ടപ്പോ അവിടെ നിന്ന് വന്ന പ്രഖ്യാപനം അതല്ലേ പ്രിയമുള്ളവരെ? നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തെ കുതിരയുടെ കൊളുമ്പ് കൊണ്ട് ശത്രുക്കൾ ചവിട്ടിക്കുകയാണ്. ഓടി വന്നിട്ട് കുതിരയുടെ കൊളുമ്പ് കൊണ്ട് നെഞ്ചത്തെ കാഞ്ഞു ചവിട്ടുമ്പോ കർബലയുടെ മണ്ണിൽ ഒരു യാത്രാമധ്യത്തിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘത്തെയും തടയുമ്പോ, അദ്ദേഹത്തിന്റെ നെഞ്ചത്തെ കാഞ്ഞു ചവിട്ടുമ്പോ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന പ്രഖ്യാപനമായിരുന്നു, ഒറ്റ കൈ കൊണ്ട് തുഴയുകയാണ്. ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞ് പോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഇപ്പൊ ഇവിടുന്ന് തുകയാൻ തുടങ്ങിയാൽ എന്റെ നാട്ടിലേക്ക് എത്തില്ലെന്ന് അദ്ദേഹത്തിനറിയാം. എന്നാലും അദ്ദേഹം ആ കർബലയുടെ മണ്ണിൽ നിന്ന് പരിശ്രമിച്ചു നോക്കുകയാണ്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വാ പൊളിച്ചു നിൽക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം. ഒരു തുള്ളി വെള്ളം വേണം, ആ വെള്ളത്തിന് വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു വാ തുറന്നു നിൽക്കുമ്പോ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ചോദിക്കുന്നുണ്ട്, അല്ല ജനങ്ങളെ, എന്തേ നിങ്ങൾ ഹുസൈനിനെ വധിക്കാത്തത്? എന്തേ നിങ്ങൾ ഹുസൈനിനെ കൊല്ലാത്തത്? മുഹമ്മദിന്റെ പേരക്കുട്ടി എന്ന പരിഗണന കൊടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന സന്ദർഭം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ, ഓടി വന്നിട്ടതാ ഒരു മനുഷ്യൻ വാ പൊളിച്ചു നിൽക്കുന്ന വറ്റിപ്പോയ തൊണ്ടയിലേക്കൊരു വെള്ളം കൊടുക്കേണ്ടതിന് പകരം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊളിച്ചു നിൽക്കുന്ന, തുറന്നു വെച്ചിരിക്കുന്ന വായയിലേക്ക് അമ്പിങ്ങനെ വലിച്ചു പിടിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം. അമ്പ് വലിച്ചു പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അണ്ണാക്കിലേക്ക്, ആ തൊള്ളയിലേക്ക് അമ്പ് ചെന്ന് തറക്കുന്ന രംഗം ചരിത്രത്തിലുണ്ട് സഹോദരങ്ങളെ. അത് പറിച്ചെടുത്തിട്ട് നെറുകളിച്ച് വരുന്ന രക്തം ഹുസൈൻ റളിയല്ലാഹു അൻഹു കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ കാണാം, അല്ലാഹുവേ, അല്ലാഹുവേ, ഈ മുഹമ്മദിന്റെ പേരക്കുട്ടിയോട് ഈ ക്രൂരത ചെയ്തത് ആരാണെന്ന് എനിക്കറിയില്ല റബ്ബേ, എനിക്കറിയില്ല നാഥാ. അവര് നിനക്കറിയാം റബ്ബേ, അവര് നിനക്കറിയാം. അതുകൊണ്ട് നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്, നിന്നിലേക്ക് തരികയാണ്. അവരുടെ കാര്യം നിന്നിലേക്ക് ഏൽപ്പിക്കട്ടെ നാഥാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഭരമേൽപ്പിക്കാൻ എന്റെ റബ്ബ് എത്രയോ ഉന്നതനാണെന്ന് പ്രഖ്യാപിക്കുമ്പോ അതാണ് സഹോദരങ്ങളെ നിർഭയത്വം നൽകുന്ന വിശ്വാസം. ഒരു വിശ്വാസിയുടെ ഖൽബായിരിക്കണം. അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ. വിശ്വാസിയുടെ ഖൽബ് എന്ന് പറഞ്ഞാൽ അതാണ്. അതേ ആഴങ്ങളിലേക്ക് വേരുകൾ ഇറങ്ങിച്ചെന്ന് നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഉപമയാണ്.
ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണമാണ്. അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ. പന്തലിച്ച് നിൽക്കുന്ന, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള, അതേ ചില്ലകളുള്ള ഒരു വൃക്ഷത്തിന്റെ, ഒരു മരത്തിന്റെ ഉപമ. എന്ത് വലിയ കൊടുങ്കാറ്റുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആടി ഉലയാതെ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ പോലെയാണ് ഒരു വിശ്വാസി എന്ന് ഖുർആൻ ഉപമിക്കുന്നുവെങ്കിൽ ആ ഖൽബ് നമുക്ക് വേണം, ആ ഈമാൻ നമുക്ക് വേണം. അതാണ് നിർഭയത്വം നൽകുന്ന വിശ്വാസം. അതാണ് നിർഭയത്വം നൽകുന്ന വിശ്വാസം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എവിടെയും ഏത് മേഖലയിലും പ്രകടമാകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ തൗഹീദിന്റെ മർമ്മഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പരീക്ഷണങ്ങൾ നമുക്ക് നൽകിയാലും അടിയുറച്ചു നിൽക്കുന്ന ഈമാനുള്ള ഖൽബ് നമുക്ക് വേണം. അത് കെട്ടിപ്പടുക്കാൻ വേണ്ടി നിരന്തരം നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശ്വാസം നമ്മൾ ഉൾക്കൊണ്ടു എന്ന് മാത്രം പോരാ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടി വേണം. തൗഹീദിനു വേണ്ടി പഠിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. തൗഹീദ് പ്രബോധനം ചെയ്യാൻ നമ്മൾ മുന്നിലുണ്ടാവണം. ഈ ആദർശം ഉൾക്കൊണ്ടു ഏറ്റവും നല്ല നിർഭയത്വം നൽകുന്ന ഒരു വിശ്വാസം പഠിപ്പിച്ച വ്യക്തിത്വമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഷിർക്കിന്റെ കൂടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങിപ്പോന്ന ചരിത്രം വായിക്കുന്നില്ലേ നമ്മൾ? അല്ലേ? വിഗ്രഹത്തിന്റെ മുന്നിൽ ആരാധിക്കുന്ന വാപ്പയോട്, കൈകൊണ്ട് കൊത്തിയുണ്ടാക്കി വിഗ്രഹത്തെ ആരാധിക്കുന്ന പിതാവിനോട് ഉറക്കെ പറയാണ്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്റെ പൊന്നുവാപ്പ, എന്തിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത, ഇങ്ങോട്ട് പിടിച്ചിട്ടാൽ അങ്ങോട്ട് കടക്കും, ഇപ്പുറത്ത് കിട്ടാൽ ഇവിടെ കടക്കും, ഈ വിഗ്രഹത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? എനിക്കെന്റെ റബ്ബ് വലിയൊരു ഇൽമ് പകർന്നു തന്നിട്ടുണ്ട്, ആ ഇൽമ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വീട്ടിൽ നിന്ന് കല്ലെറിഞ്ഞോടിച്ചില്ലേ സഹോദരങ്ങളെ? അല്ലേ? ദുൽഹിജ്ജ മാസത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ, ദുൽഹജ്ജ് മാസത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, അദ്ദേഹം നിർവഹിച്ച ദൗത്യം നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളെ ഈ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കാൻ എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ ശരീരം കൊണ്ട്, എന്റെ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. റഹ്മാനായ റബ്ബ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു ജനത നിങ്ങളിൽ നിന്ന് രൂപപ്പെടട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലകളൊക്കെ ശ്രദ്ധിക്കാൻ, സൂക്ഷിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഈ തൗഹീദ് നമ്മൾ ഉൾക്കൊണ്ടു, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. സമാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതും ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആശയം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കൽ എങ്ങനെ? എല്ലാ മേഖലയിലും ഹബീബായ റസൂലിനെ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടും ജീവിക്കാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ഖുൽ നബിയെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നബി അവരോട് പറയണം, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം കേട്ടോ, എന്നെ നിങ്ങൾ പിൻപറ്റണേ, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. റസൂലിനെ പിൻപറ്റി ജീവിക്കുമ്പോഴാണ് അള്ളാന്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക, അല്ലേ? ആ ഇഷ്ടം പ്രകടമാക്കേണ്ടത് അനുസരണത്തിലൂടെയാണ്. അനുസരിച്ചുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുക. തൗഹീദ് എങ്ങനെ സ്വീകരിക്കണം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ.
ഇബാദത്തുകൾ എങ്ങനെ ചെയ്യണം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ എല്ലാം ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിതം ഇങ്ങനെ ചിട്ടയോടെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാലേ നമുക്ക് രക്ഷയുള്ളൂ. മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലയിലും മുഹമ്മദുർ റസൂലുള്ളാഹ് കടന്നു വരണം. ആ പ്രവാചകനെ സ്വീകരിക്കുന്നിടത്ത് നിന്ന് ചില തകരാറുകൾ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടുള്ള സമീപനം, സലഫുകൾ സ്വീകരിച്ചതുപോലെ ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളില്ല എന്നുള്ളതാണ് സത്യം. നമ്മളില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ കേൾക്കാത്തൊരു ഹദീസ്, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ഹദീസ് പുതുതായി ആരിൽ നിന്നെങ്കിലും കേട്ടാൽ അപ്പൊ നമ്മൾ പറയണ്ട, ഇത്ര കാലം ഇപ്പൊ നമ്മൾ കേൾക്കാത്തത് പുതിയത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്. അതൊരു വ്യാഖ്യാന. അങ്ങനെ ഒരു ന്യായം പറഞ്ഞു നിർത്തുക. ഇത്രയും കാലം ഞമ്മക്കൊന്നും കിട്ടാത്തൊരു പുതിയ തൗഹീദ് അല്ലെങ്കിൽ പുതിയ ഒരു ഹദീസ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയെന്നാണ്. സ്വഹീഹാണോ? സമിഅനാ വഅതഅനാ, കേൾക്കുക, അനുസരിക്കുക. ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട പ്രധാന മേഖലയാണ്. ശക്കുണ്ടാവരുത്, സംശയമുണ്ടാകരുത്. അല്ലേ? പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ആർക്കാണോ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ചൊറിച്ചിലില്ലാതെ ആ വചനങ്ങളെ, ആ പ്രമാണങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത്. ഖുർആൻ പഠിപ്പിച്ചില്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണേ, കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായ ഭിന്നതകളും കടന്നു വന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും ആ റസൂലിലേക്കും നിങ്ങൾ മടങ്ങണം. അതായത് ഖുർആനിലേക്കും ഹദീസിലേക്കും നിങ്ങൾ മടങ്ങണേ, അവിടേക്ക് മടങ്ങണം. എന്നിട്ട് ആ ഖുർആനെന്നും ഹദീസെന്നും നിങ്ങൾക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. സംശയത്തിന് വകയില്ലാതെ അത് സ്വീകരിക്കാം. ഖുർആനെന്നും സുന്നത്തെന്നും ഇഖ്തിലാഫുള്ള അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയത്തിന് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ സ്വഹീഹാണോ, ഹദീസ് സ്വഹീഹാണോ, പിന്നെ മറുവാക്കിന് പദപ്രയോഗങ്ങൾക്ക് അവിടെ സാധ്യതല്ല. അത് അനുസരിക്കുക എന്നുള്ളതാണ്, അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒരു സ്വഹാബിയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുമ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന സമയത്ത് സ്വഹാബിയോട് പറഞ്ഞു, ഇവിടെ നിൽക്കണം, ഞാൻ വരുന്നത് വരെ ഇവിടെ നിൽക്കണം. ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കണം, ഞാൻ തിരിച്ചു വരുന്നത് വരെ. അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ചരിത്രത്തിന്റെ ഭാഗം നമുക്ക് കാണാം. ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇവിടെ നിൽക്കണം, ഞാൻ തിരിച്ചു വരുന്നത് വരെ. മഖാമക് ഹത്താ അതീക്, ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കണം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അവിടെ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ചരിത്രത്തിൽ കാണാം, അബൂദർദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ തന്റെ കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ആ ഭാഗത്ത് നിന്ന് ഒരു ഘോരമായ ശബ്ദം, ഒരു ഭീകരമായ ശബ്ദം മഹാനായ സ്വഹാബി കേൾക്കുക. സ്വാഭാവികമായിട്ട് അവിടെ എന്താ ഉണ്ടാവുക? കാല് പൊക്കി ഓടാനുള്ളൊരു വെമ്പൽ ഉണ്ടാവും, അല്ലേ? കാല് പൊക്കി ഓടാണ്, കാലിങ്ങനെ ഉയർത്തി ഓടാൻ വേണ്ടി.
അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഓർമ്മ വന്നത്, മഖാമക് ഹത്താ അതീക്, ഇവിടെ തന്നെ നിൽക്കണം അബൂ ദർദാ, ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അത് അനുസരിക്കുക എന്നതാണ് എന്റെ ബാധ്യത. അനുസരിച്ചു, സബറോടെ നിന്നു. റസൂല് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് എന്ന് പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി. റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, നിങ്ങൾ പോയ ഭാഗത്ത് നിന്നൊരു ഘോര ശബ്ദം കേട്ടല്ലോ, ഒരു ഭീകരമായ ശബ്ദം ഞാൻ കേട്ടല്ലോ, എന്തായിരുന്നു റസൂലേ അത്? എന്തായിരുന്നു? ഞാൻ വല്ലാതെ പേടിച്ചു പോയി, വെപ്രാളപ്പെട്ടു പോയി എന്നൊക്കെ പറയുമ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയുമായി വന്ന ശബ്ദമാണ് കേട്ടത്. ആ ശബ്ദം അതായിരുന്നു. ആ സംഭവം അദ്ദേഹത്തിന് കൈമാറിയിട്ട് അവരുടെ യാത്ര തുടരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ട രൂപം ആ ചരിത്രത്തിൽ നിന്ന് പാഠമാണ്. റസൂല് പറഞ്ഞത് സ്വീകരിക്കലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. റസൂല് പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ അപ്പുറത്തേക്ക് അഭിപ്രായം പറയേണ്ടതില്ല. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. സ്വഹീഹാണെന്നറിഞ്ഞാൽ നോക്കൂ, റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കയറി വരുന്നുണ്ട്. വീട്ടുമുറ്റത്ത് വന്നിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വീട്ടിൽ ഉമറുണ്ട്. സലാം പറഞ്ഞു, ജവാബില്ല. രണ്ടാമത്തെ പ്രാവശ്യം സലാം പറഞ്ഞു, ജവാബില്ല. മൂന്നാമത്തെ തവണ സലാം പറഞ്ഞു, ജവാബില്ല. അദ്ദേഹം അവിടുന്ന് മടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനൊരു തോന്നൽ വന്ന്, ആരോ വിളിച്ച പോലെ തോന്നിയല്ലോ. പുറത്തു വന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അന്വേഷിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വന്നിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, അബ്ദുല്ലാഹ്, താങ്കൾ വീട്ടുമുറ്റത്ത് വന്നിരുന്നോ? അതെ, വന്നിരുന്നു. സലാം പറഞ്ഞു. 3 തവണ സലാം പറഞ്ഞു. ജവാബ് കിട്ടാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, 3 തവണ ഒരു വീട്ടുമുറ്റത്ത് ചെന്ന് സലാം പറഞ്ഞിട്ടും ജവാബില്ലെങ്കിൽ അവിടെ നിന്ന് മടങ്ങലാണ് ഖൈറ്. ആ സുന്നത്ത് ഞാൻ ജീവിതത്തിൽ പകർത്തിയതാണെന്ന് സ്വഹാബി പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ആദ്യമായിട്ട് കേൾക്കുക. അതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇതിനു മുമ്പ് ഹദീസ് കേട്ടിട്ടില്ല. ഇബ്നു ഉമർ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് കേൾക്കുക. അദ്ദേഹം പിന്നെ അവിടെയുള്ള ഉലമാക്കൾ ഇരിക്കുന്ന സദസ്സ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെന്നിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ചോദിച്ചു, അല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞതായ ഒരു ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ഖൈസിൽ നിന്ന് ഞാൻ കേട്ടല്ലോ, ഇത് ശരിയാണോ? ചിരിക്കുന്ന മുഖത്തോടു കൂടി പണ്ഡിതന്മാരുടെ പ്രതികരണം എന്തായിരുന്നു നിങ്ങൾക്ക്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ഉമറെ, നമ്മളെ നാട്ടിലെ കുട്ടിയൊക്കെ അറിയുന്ന ഹദീസാണല്ലോ, മക്കള് പറയല്ലോ ഈ ഹദീസ്. വിനയത്തിന്റെ പ്രതീകമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഞാൻ കേൾക്കാതെ പോയല്ലോ, ഇങ്ങനെ ഒരു പുണ്യം ഞാൻ അറിയാതെ പോയല്ലോ എന്ന് വേദന പ്രകടിപ്പിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇങ്ങനെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ അനുധാവനം ചെയ്യുന്ന, പിൻപറ്റുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ അനുസരിച്ചുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തിന്റെ മേഖലയിൽ അതുണ്ടാവണം. നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധ, ഇബാദത്തുകളുടെ വിഷയത്തിലുള്ള ശ്രദ്ധ, എല്ലായിടത്തും ആ ശ്രദ്ധ നമുക്ക് വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോ പോലും ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയതാണ്, അസ്വലാ അസ്വലാ, നിസ്കാരം 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 എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയില്ലേ? ആ ഇബാദത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. സമാനമാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെയും സഹോദരങ്ങളെ അള്ളാന്റെ ദീനനുസരിച്ചുകൊണ്ട് കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. കുടുംബത്തിൽ സമാധാനം വേണോ? കുടുംബത്തിൽ സ്വസ്ഥത വേണോ? അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെയുള്ള ഒരു കുടുംബ ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവിടെ നമുക്ക് സമാധാനമുള്ളത്.
അവിടെ നമുക്ക് സ്വസ്ഥതയുള്ളത്. ഒരു നല്ല ഭാര്യ, അനുസരണയുള്ള ഭാര്യ, ശ്രദ്ധയുള്ള ഭാര്യ, സമാധാനം പകർന്നു കൊടുക്കുന്ന ഭാര്യ, സ്നേഹം കൈകൊണ്ട് സ്നേഹം പകർന്നു കൊടുക്കുന്ന ഭാര്യ, അങ്ങനെ ഒരു ഭാര്യ വീട്ടിലുണ്ടോ ആ വീട് സമാധാനത്തിന്റെ വീടാണ്. അതല്ല ഖുർആൻ പറഞ്ഞതിനെതിരായി, ഹദീസ് പഠിപ്പിച്ചതിനെതിരായി തന്റെ ഭർത്താവിനെ ധിക്കരിക്കുന്ന, തന്റെ ഭർത്താവിനോട് മോശമായി പെരുമാറുന്ന, അനുസരണക്കേട് കാണിക്കുന്ന, എല്ലാ നിലക്കും ദീനിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ശൈലി ഒരു പെണ്ണിനുണ്ടോ ആ പെണ്ണുള്ള വീട്ടിൽ സ്വസ്ഥതയില്ല. അങ്ങനെയുള്ള സഹോദരിയുള്ള വീട്ടിൽ അവിടെ സമാധാനമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നല്ല പെണ്ണുങ്ങളായി സ്ത്രീകളെ നിങ്ങൾ മാറണമെന്ന് ഹബീബായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അടക്കവും ഒതുക്കവും ഒരു പെണ്ണിന് ബാധ്യ നിർബന്ധമാണ്. നിസാ പെണ്ണിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് കാണാം, ഫസ്വാലിഹാത്തുൻ, ഒരു സ്വാലിഹത്തായ പെണ്ണാരാണ്, ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ, ഭർത്താവ് കൂടെയില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ സമ്പത്തിനെയും ഭർത്താവിന് മാത്രം നൽകേണ്ട പെണ്ണിന്റെ ശരീരത്തെയും കാത്തു സൂക്ഷിക്കുന്നവളാണ് ഒരു നല്ല പെണ്ണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ? വളരെ ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളുക, ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗം പറയട്ടെ. പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ ആഴത്തിൽ ശ്രദ്ധിക്കണേ. മൊബൈലുകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ, മൊബൈലുകൾ നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കുമ്പോ, അനാവശ്യമായ രൂപത്തിലുള്ള റീൽസിന്റെയും ഷോർട്സിന്റെയും ഒക്കെ പിന്നാലെ നമ്മൾ ചലിക്കുമ്പോ നമ്മുടെ ഇബാദത്തിന്റെ സമയം കൊന്നു തീർക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ കൂടെ ചാറ്റിങ്ങുകൾ നടത്തുമ്പോ അന്യ പുരുഷന്മാരുമായി, അന്യ സ്ത്രീകളുമായി ഒരു നിലക്കും നമുക്ക് അനാവശ്യമായ ഒരു ബന്ധങ്ങളും പാടുള്ളതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അതെ, ഒരന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റക്കായാൽ മൂന്നാമനായി അവിടെ ശൈത്വാൻ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫോണിന്റെ ഇങ്ങേ തലക്കൊരു പുരുഷനും അങ്ങേ തലക്ക് ഒരു അന്യ സ്ത്രീയുമാണെങ്കിലും ശരി, മൂന്നാമനായി ശൈത്വാൻ ഇടപെടും എന്ന കാര്യത്തിൽ തർക്കമില്ല മുഅ്മിനീങ്ങളെ. ആ വിഷയത്തിൽ സംശയിക്കണ്ട. അതുകൊണ്ട് നല്ല സൂക്ഷ്മത വേണം, നല്ല സൂക്ഷ്മത വേണം, അടക്കം വേണം, ഒതുക്കം വേണം. ഇന്ന് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് ജീൻസ് പാന്റും ടീഷർട്ടും ധരിച്ച് നമ്മുടെ മക്കൾ ഇറങ്ങുമ്പോ ഉമ്മാക്ക് പരാതിയില്ല, വാപ്പാക്ക് പരാതിയില്ല. ആര് കാണാനാ? ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ട്, പുരികം ത്രെഡ് ചെയ്ത്, മുഖത്ത് പുട്ടിവാരി തേച്ച്, ആളുകളുടെ കണ്ണിനെ മഞ്ഞളിപ്പിക്കുമാറ് അന്യ പുരുഷന്മാർ കഴുകക്കണ്ണുള്ള കണ്ണോട് ചെന്നായിക്കളെ പോലെ കടിച്ചു കീറാൻ കാത്തിരിക്കുന്ന അങ്ങാടിയിലെ പല മൃഗങ്ങളുമുണ്ട് സഹോദരങ്ങളെ. ഇരുകാലി മൃഗങ്ങളുള്ള അങ്ങനെയുള്ള മനുഷ്യന്റെ മുന്നിലേക്ക് അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്ന പെണ്ണിന്റെ മനസ്സിന്റെ ലക്ഷ്യമെന്താ? നല്ല പെണ്ണ് ചിന്തിക്കൂല. നല്ല പെണ്ണിന്റെ, നല്ല മനസ്സുള്ള പെണ്ണെന്തേ പറയുള്ളൂ, പടച്ചോനെ എന്റെ ശരീരം മറ്റുള്ളവർ കാണരുത്, അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല എന്ന് ചിന്തിക്കുന്നവളാണ് ഒരു നല്ല സ്വഭാവമുള്ള, നല്ല മനസ്സുള്ള പെണ്ണ്. ഞാനത് കുറ്റപ്പെടുത്തല്ല, ആക്ഷേപിക്കല്ല. അങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങുമ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ചുണ്ടത്ത് വാരിത്തേക്ക. അതിന്റെ സയന്റിഫിക്കലായ വശമുണ്ട്. അതായത് ശാരീരികമായി ദൂഷ്യങ്ങൾ നൽകുന്നു, കിഡ്നി തകരാറാകുന്നു, വലിയ വലിയ രോഗങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നു എന്നത് മറ്റൊരു പഠനമാണ്. പക്ഷെ മതപരമായ നിയമം അനുസരിച്ച് എടുത്തു നോക്കിയാൽ എന്ത് ഖൈറാ അതിലുള്ളത്? എന്ത് ഖൈറാണുള്ളത്? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, പല ഉപ്പമാരും പള്ളിയിൽ 5 വക്തിന് വാപ്പ പള്ളിക്കുണ്ട്, ഉമ്മ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉമ്മ ഖുർആൻ ഓതുന്നുണ്ട്, അദ്കാറുകളും ദിക്റുകളും ദുആകളും ഒക്കെ ജീവിതത്തിലുണ്ട്. പക്ഷേ മോള് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ, മോള് കോളേജിലേക്ക് പോകുമ്പോ, മോള് ക്യാമ്പസിലേക്ക് പോകുമ്പോ, മോള് ഷോപ്പിങ്ങിന് പോകുമ്പോ, മകള് സൽക്കാരത്തിന് പോകുമ്പോ, ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഇസ്ലാമിന്റെ നിയമവിധികളെ കാറ്റിൽ പറത്തുന്ന ഇത്തരം വേഷവിധാനങ്ങൾ സ്വീകരിച്ചിറങ്ങുമ്പോ മിണ്ടണില്ല വാപ്പ, പറയണില്ല വാപ്പ. വാപ്പാക്ക് പറയാൻ നേരം കിട്ടണില്ലെങ്കിൽ മനസ്സിലാക്കണം സഹോദരൻ,
സഹോദരങ്ങളെ, ചുണ്ടത്തിറ്റേറ്റ ലിഫ്റ്റിക്ക് എവിടുന്നാ കിട്ടിയത്? ഉപ്പാന്റെ പൈസ അല്ലേ, ഉമ്മാന്റെ പൈസ അല്ലേ? ഉമ്മ അറിയാതെ മക്കൾ തേക്കോ? ഉമ്മ അറിയാതെ മക്കളത് ഉപയോഗിക്കോ? നന്നായിട്ട് ചിന്തിച്ചോളി, എവിടെയാണ് നമുക്ക് പിഴക്കുന്നത്, എവിടെയാണ് നമുക്ക് തകരാറ് പറ്റുന്നത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂൽ ശപിച്ച വിഭാഗം, അള്ളാന്റെ റസൂൽ ശപിച്ചു എന്ന് പറഞ്ഞ വിഭാഗം, അതേ പുരികം ത്രെഡ് ചെയ്യുന്ന പെണ്ണിനെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അതൊന്നും നമുക്ക് പ്രശ്നമല്ലെങ്കിൽ, അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ നമ്മളൊരു വ്യാഖ്യാനം പറയാ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ നടക്കൂല. ഇങ്ങനൊക്കെ തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാ. നരകത്തിന്റെ വിറകുകൊള്ളികളായി നിസാഉൻ ഖാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസഹുന്ന കഅസ്ലിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹാ. വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവളെ പോലെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന പെണ്ണ്, ലാ യദ്ഖുൽനൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വർഗത്തിന്റെ വാസന പോലും ആ പെണ്ണിന് കിട്ടില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോ ഈ തിന്മകളൊക്കെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയണേ. എല്ലാ ലഹരിയുടെ കുരുക്കുകളിൽ നിന്നും നമ്മുടെ മക്കളെ നമ്മൾ കരകയറ്റണേ. അനാവശ്യമായ മൊബൈൽ ഉപയോഗങ്ങളിൽ നിന്ന് മക്കളെ കൈപിടിക്കണേ. എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളോട്, എന്റെ മുന്നിലിരിക്കുന്ന പിതാക്കന്മാരോട്, കാരണവന്മാരോട്, ജ്യേഷ്ഠന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലാണോ? അത് അല്ലാഹ് അനുവദിച്ച രൂപത്തിൽ സമ്പാദിച്ചതാണോ? അതല്ല പലിശയുടെ മുതലാണോ? അകിലുർ റിബാ വമുകിലഹു വകാതിബഹു വശാഹിദൈഹി ഖാലഹും സവാ. പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും വാങ്ങുന്നവനും കൊടുക്കുന്നവനും സാക്ഷി നിൽക്കുന്നവനും ഹും എല്ലാവരും ഒരുപോലെയാണെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഈ പലിശയുടെ ഗൗരവം ഇനിയും നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. ലോൺ എടുക്കുന്നത്, വീട് കെട്ടാൻ വേണ്ടി ലോൺ എടുക്കുന്നവർ, വാഹനം വാങ്ങാൻ വേണ്ടി ലോൺ എടുക്കുന്നവർ, മക്കളെ കെട്ടിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നവർ, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നവർ, അങ്ങനെ ഏതേത് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴും ലോണിന്റെ പിന്നാലെ പോകുമ്പോ അള്ളാന്റെ ശാപമാണ് നിങ്ങളിലുള്ളതെന്ന്, അള്ളാന്റെ ശാപമാണ് നമ്മിലുള്ളതെന്ന്, പരലോകത്ത് നമ്മൾ നഷ്ടക്കാരായി മാറുമെന്ന്, അള്ളാന്റെ കോടതിയിൽ നമ്മൾ വലിയ കുറ്റക്കാരാകുമെന്ന വിചാരം നമ്മുടെ കൽബിൽ നിന്ന് പോകരുത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നാട്ടിൽ രണ്ട് തിന്മകൾ അധികരിച്ചു കണ്ടാൽ, അടിവരയിടണേ മുഅ്മിനീങ്ങളെ, ഒരു നാട്ടിൽ രണ്ട് തിന്മകൾ അധികരിച്ചു കണ്ടാൽ ആ നാട്ടിലുള്ള ജനങ്ങളെ അല്ലാഹ് പിടികൂടുക തന്നെ ചെയ്യും. ആ ജനങ്ങൾ തന്നെ അല്ലാഹുവോട് അവരെ ശിക്ഷിക്കാൻ അവർ തന്നെ അനുവാദം കൊടുത്തതുപോലെയാണ്. രണ്ട് തിന്മകൾ ഒരു നാട്ടിൽ അധികരിച്ചാൽ ആ നാട്ടുകാർ അവരെ ശിക്ഷിക്കാൻ അല്ലാഹ്ക്ക് അവർ തന്നെ അനുവാദം കൊടുത്തതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണ് ആ രണ്ട് തിന്മകൾ എന്നറിയുമോ? ഒന്ന് അർറിബാ, പലിശയാണ്. രണ്ടാമത്തത് വസ്സിനാ, വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി. അതേ, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ലിബറൽ ചിന്തകൾ പ്രചാരണത്തിൽ വരുമ്പോ അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും എല്ലാ ലൈംഗികമായ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ലൈംഗിക രംഗത്ത് അരാജകത്വങ്ങൾ സംഭവിക്കുന്ന ഒരു രാജ്യം നമ്മുടെ നാടെങ്ങനെയായി മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പേടിക്കണ്ടേ സഹോദരങ്ങളെ? മക്കൾ തിന്നുന്നത് ഹറാമാണ്, മക്കളുടെ ജീവിതം മുഴുവനും ഹറാമാണെങ്കിൽ ഒരു മരണം നമ്മുടെ മുന്നിൽ വരാനില്ലേ? ഒരു പരലോകം നമ്മുടെ മുന്നിൽ വരാനില്ലേ? ഒരു മഹ്ശറാ ലോകം നമ്മുടെ മുന്നിൽ വരാനില്ലേ? ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് സദാസമയവും കടന്നു വരണ്ടേ സഹോദരങ്ങളെ? ജീവിതത്തിന് സ്വസ്ഥത നൽകുന്ന, ജീവിതത്തിന് സമാധാനം നൽകുന്ന ആദർശം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ഇബാദത്തിന്റെ വിഷയത്തിൽ ആ ശ്രദ്ധ വേണം, മുആമലാത്തിന്റെ വിഷയത്തിൽ ആ ശ്രദ്ധ വേണം. ഹറാമുകളില്ലാതെ കെട്ടിപ്പടുക്കുന്നിടത്ത് ആ സൂക്ഷ്മത നമുക്ക് വേണം. അത് കുടുംബരംഗത്തുണ്ടാവണം, അത് കച്ചവട രംഗത്തുണ്ടാവണം, അത് വാഹനം ഓടിക്കുന്നിടത്തുണ്ടാവണം. അന്യന്റെ മുതലെന്റെ
അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിനൊരു സമാധാനമുള്ളത്, പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. എന്തിനെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മരണം എന്ന യാഥാർത്ഥ്യം നമ്മളെ പിടികൂടുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. ഇന്ന് നമ്മൾ ഈ സദസ്സിലുണ്ടല്ലോ സഹോദരങ്ങളെ, നാളെ രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുമ്പോ കട്ടിലിന്റെ കൂടെ ഇളകുന്ന ഒരു ജഡമായി നമ്മൾ മാറിയേക്കാം. വാപ്പാ എന്ന് നിലവിളിക്കുന്ന മക്കളുടെ നിലവിളി, അതേ ഇക്കാക്ക എന്ന് വിളിച്ചുകൊണ്ട് ഭാര്യയുടെ നിലവിളി, എടി എന്ന് വിളിച്ച് ഭർത്താവിന്റെ നിലവിളി കേൾക്കുമ്പോ, ഉമ്മ എന്ന് വിളിച്ച് മക്കൾ വിളിക്കുമ്പോ, സഹോദരങ്ങളെ തീർന്നു പോവുകയാണ് ജീവിതം അവിടെ. പിന്നെയുള്ളത് പരലോകമാണ്, യഥാർത്ഥമായ ലോകം, വിചാരണയുടെ ലോകം, അള്ള ഒരുക്കി വെച്ച പരലോകം. അവിടേക്ക് നമ്മൾ ഒറ്റക്കാണ് വരേണ്ടത്. മരണം ഏത് സമയത്തും നമ്മളെ പിടികൂടിയേക്കാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരിക്കും. ആരെങ്കിലും മരിക്കാതെ ബാക്കിയാകുമോ പ്രിയമുള്ളവരെ? ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, ആരെങ്കിലും മരിക്കാതെ ബാക്കിയാകുമായിരുന്നുവെങ്കിൽ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയാകേണ്ടതായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കവികൾ പാടുന്നത് കാണാം. ഇന്നിരിക്കുന്ന നമ്മൾ സഹോദരങ്ങളെ, നാളെ മയ്യത്തായി നമ്മൾ മാറുമ്പോ വിതുമ്പാൻ ആളുകളുണ്ട്, കരയാൻ ആളുകളുണ്ട്, അഭിപ്രായങ്ങൾ പങ്കിടാൻ ആളുകളുണ്ട്. ഇല്ലേ? വലദത്തുക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. വലദത്തുക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ, നീ നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നീ ജനിച്ചു വീഴുമ്പോ അന്ന് വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, അന്ന് നീ കരഞ്ഞുകൊണ്ടാണ് നീ ജനിച്ചു വീഴുന്നതെങ്കിൽ നിന്റെ ചുറ്റിലും വന്ന് നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ ബന്ധുക്കളും മിത്രങ്ങളൊക്കെ, നിന്റെ കൂടെയുള്ളവരെ നിന്റെ ചുറ്റിലും നിന്ന് അന്ന് നിന്റെ മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പങ്കിട്ടു. നീ ജനിച്ച അന്നവർ സന്തോഷിക്കുകയാണ്, അവർ ആനന്ദിക്കുകയാണ്. ഉമ്മാനെ പോലെ വാപ്പാനെ പോലെ എന്ന് അഭിപ്രായങ്ങൾ പങ്കിട്ട് സന്തോഷിച്ചതാണ്. എന്നാൽ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എന്നാൽ നീ ജനിച്ചപ്പോൾ ചിരിച്ചവരില്ലേ? നീ ജനിച്ചപ്പോൾ ആനന്ദിച്ചവരില്ലേ? നീ ജനിച്ചപ്പോൾ നിന്റെ മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പങ്കിട്ടവരില്ലേ? അവരതാ കരയുകയാണ്. ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ഭാര്യ കരയുകയാണ്. മൈനറിയത്തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. സഹോദരങ്ങളെ, വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു മരണം നമുക്ക് വരാനുണ്ട്. മയ്യത്ത് കെട്ടിലിൽ ചുമന്നു പോകുമ്പോ തട്ടത്തിന്റെ തലഭാഗം കടിച്ചമർത്തി പിടിച്ച് ഭാര്യ നിലവിളി കൂട്ടുമ്പോ, ഭാര്യ കരയുമ്പോ, ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഭാര്യ കരയുന്നു. ഭാര്യയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ തന്റെ സഹോദരന്റെ കൂട്ടുകാരന്റെ തോളിലേക്ക് മറിഞ്ഞു വീണ് ഭർത്താവ് കരയുന്ന, മാറി നിന്ന് കരയുന്ന രംഗം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടല്ലോ പലരും. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ഒരവസ്ഥ നമുക്ക് ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെ ജീവിതത്തെ അത് പിടികൂടാനുണ്ട്. അതുകൊണ്ട് ധാരാളം നിങ്ങൾ മരണത്തെ ഓർക്കണേ. എങ്കിലേ നിങ്ങൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാകുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് സദഖയുടെ കാര്യത്തിൽ സൂക്ഷ്മത ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ, എങ്കിലേ നിങ്ങളുടെ സാമ്പത്തിക ഇടപാട്
നിലപാടിൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഈ മരണചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ നന്മകളിലും നിങ്ങൾക്ക് ഉന്മേഷമുണ്ടാവുകയും അതേ നിങ്ങളുടെ ഗഫലത്ത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയും സകല ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ധാരാളം മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ടെന്നും അത് ഏത് സമയത്തും കടന്നു വരുമെന്നും അതേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ച് ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് നിങ്ങൾ മരിക്കുക എന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ലല്ലോ സഹോദരങ്ങളെ. ഈ മരണം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മുസ്ലിമായി മരിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ. ശിർക്കുള്ളവരായി മരിക്കല്ലേ, ബിദ്അത്തുള്ളവരായി മരിക്കല്ലേ, ഹറാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കല്ലേ, തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കല്ലേ. മരണം ഏത് സമയത്താണ് കടന്നു വരിക എന്ന് നമ്മളെ പിടികൂടുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങണം, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങണം, നിർഭയത്വമുള്ള ആദർശം സ്വീകരിക്കണം. ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും നല്ല മാർഗമായ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ജീവിതത്തിൽ അനുധാവനം ചെയ്ത് സച്ചരിതരായ സ്വഹാബത്ത് ജീവിച്ച് കാണിച്ചു തന്നതുപോലെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ പരലോകം നമുക്ക് ശുദ്ധീകരിക്കാനാവുകയുള്ളൂ. അള്ളാന്റെ കോടതിയിലേക്ക് വരുമ്പോ നമ്മൾ ഒറ്റക്കായിരിക്കും. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറാ. ഒറ്റക്കൊറ്റക്കായിട്ടാണ് പരലോകത്തേക്ക് നമ്മൾ കടന്നു വരിക. ആരും കൂട്ടിനില്ല, ആരും സഹായിക്കാനില്ല, ആരും കൈപിടിക്കാനില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് തന്നെ വിചാരണയെ നേരിടേണ്ടവരാണ് നമ്മൾ. ഒറ്റക്ക് തന്നെ സ്വർഗനരകങ്ങളെ നേരിടേണ്ടവരാണ് നമ്മൾ. ആളിക്കത്തുന്ന നരകത്തെയല്ല വർണ്ണിച്ചപ്പോൾ, നരകത്തിന്റെ ഭീകരതയല്ല പഠിപ്പിച്ചപ്പോൾ, സ്വർഗത്തിന്റെ മനോഹാരിതയെ അല്ല പഠിപ്പിക്കുമ്പോ അല്ല പറഞ്ഞതാണ് സലാമുൻ അലൈക്കും തിബ്തും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗക്കാരായ ആളുകളെ വിചാരണയ്ക്ക് ശേഷം മലക്കുകൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനത്തിന്റെ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ലോകത്തേക്ക് അല്ല നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. സരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കുള്ളതാണ് സ്വർഗം. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് റബ്ബിന്റെ സ്വർഗം. ആ സ്വർഗത്തിലേക്ക്, അള്ളാന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വന്നോളൂ. ഇബാദത്തുകളിൽ നിങ്ങൾ മുൻകടന്നോളൂ. വിശ്വാസ രംഗത്ത് നിങ്ങൾ സൂക്ഷ്മത കൈവരിച്ചോളൂ. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഖൽബ് കൊണ്ടും ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റാത്ത മനോഹാരിത നിറഞ്ഞ സ്വർഗത്തിലേക്ക് അല്ല നമ്മളെ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങിക്കോ. ആ സ്വർഗം നേടാനായിട്ടില്ലെങ്കിൽ അക്രമികളായ, തോന്നിവാസികളായ ആളുകൾക്ക് അല്ല ഒരുക്കി വെച്ചൊരു നരകമുണ്ട് സഹോദരങ്ങളെ. ആ നരകം സത്യമാണ്. അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ. അതേ സ്വർഗം സത്യമാണ്, നരകം സത്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആ നരകം ഒരുക്കി വെച്ചിരിക്കുന്നു അല്ലാഹു. ആ ആഴമുള്ള നരകം, ഭീകരമായ നരകം, ചിഹ്നം വിളിക്കുന്ന, ചൂളം വിളിക്കുന്ന നരകത്തെ അല്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നരകക്കാരന്റെ ഈ തോളിന്റെ ഒരറ്റം മുതൽ ഈ അറ്റം വരെ എത്തണമെങ്കിൽ 3 ദിവസത്തെ യാത്രാ ദൂരമെന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതിൽ നിന്ന് രക്ഷപ്പെടണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കി കരിച്ചു കളയുന്നതാണ് ആ നരകം. വഖൂദുഹന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്
ഇബാദ് ലാ യഗ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ നരകത്തിൽ നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം, നമ്മുടെ ശരീരം രക്ഷപ്പെടണം. മലക്കുകൾ, പരിക്കന്മാരായ മലക്കുകൾ കാവൽക്കാരായി നിൽക്കുന്ന നരകം. അവിടെ നമുക്ക് നിർഭയത്വമുണ്ടാവണം, അവിടെ നമുക്ക് സമാധാനത്തിന്റെ ലോകം നേടിയെടുക്കാൻ കഴിയണം. അതിന് A to Z ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കണം. കൃത്യമായ ബോധ്യം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സച്ചരിതരായ സ്വഹാബത്ത് കാണിച്ചു തന്ന പാതയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ഉറപ്പുവരുത്തിയിട്ട് മുന്നോട്ട് പോവുക. തെക്കുവ മുറുകെ പിടിക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരല്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ജീവിതം ഇരു ലോകത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിന്റെ രംഗത്ത്, ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസ രംഗത്ത് പിഴക്കാതെ ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.